കൊച്ചിയിൽ ഭിന്നശേഷിക്കാരനായ കായിക താരത്തിന് നേരെ പോലീസ് അതിക്രമം. പഞ്ചഗുസ്തി താരം ജോബി മാത്യുവിനെതിരെ കള്ളക്കേസെടുത്തതായി പരാതി. ഗവർണറുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു ഈ അതിക്രമം. പോലീസ് ഡ്രൈവറെ മർദ്ദിച്ചുവെന്ന് കാട്ടിയാണ് ജോബിക്കെതിരെ കള്ളക്കേസ്. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? എന്തുകൊണ്ടാണ് ഈ ഭിന്നശേഷിക്കാരനായ കായിക താരത്തിനെതിരെ ഒരു കള്ളക്കേസ് പോലീസ് എടുക്കുന്നത്? അദ്ദേഹം ഗവർണറുടെ പരിപാടിയിൽ പങ്കെടുത്തതിനാലാണോ? അശ്വതി, ഇന്നലെയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. കായിക താരമായ ഭിന്നശേഷിക്കാരനായ പഞ്ചഗുസ്തി താരം ജോബി മാത്യുവിനെതിരെയാണ് ഈ പോലീസിൻ്റെ ഇത്തരത്തിലുള്ളൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ ഗവർണറുടെ പരിപാടിയിൽ പങ്കെടുക്കാനായി പോവുകയായിരുന്നു ജോബി മാത്യു മാത്രമല്ല, അദ്ദേഹവും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബവും ഉണ്ടായിരുന്നു. ആ സമയത്ത് എടത്തലയിൽ റോഡിലേക്ക് കയറ്റി പോലീസിൻ്റെ വാഹനം പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. പോലീസിൻ്റെ ഇൻ്റർസെപ്റ്റർ വാഹനമായിരുന്നു. ഇതിൽ മഫ്തിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ആരാണ് എന്ന്, അതായത് ഈ വാഹനം മറ്റു വാഹനങ്ങൾക്കൊന്നും പോകാൻ കഴിയാത്ത രീതിയിലാണ് പാർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ജോബിയും കുടുംബവും ഉണ്ടായിരുന്ന വാഹനത്തിൽ ഇവർ ഗ്ലാസ് താത്തി ഈ വാഹനം കുറച്ച് മാറ്റി പാർക്ക് ചെയ്താൽ ഇത്തരത്തിൽ റോഡിൽ ബ്ലോക്കൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അതൊന്നും ശ്രദ്ധിക്കാതെ തന്നെ ഈ പോലീസ് ഡ്രൈവർ വാഹനത്തിനുള്ളിലിരുന്ന് മൊബൈലിൽ എന്തോ കുത്തി കളിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ജോബി ഇത് ചോദ്യം ചെയ്തു. അതിനുശേഷം അവർ മുന്നോട്ട് പോവുകയും ചെയ്തു. പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ ജോബി തന്നെ പറയും. ജോബി ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആ സംഭവത്തിന് ശേഷം നിങ്ങൾ മുന്നോട്ട് പോയി എന്ന് പറഞ്ഞു. പിന്നീട് എന്താണ് ഉണ്ടായത്? തീർച്ചയായിട്ടും ഞാനാണ് വണ്ടി ഓടിച്ചത്. അപ്പം എൻ്റെ ഭാര്യ ഡോക്ടർ മേഘയാണ് ചോദിച്ചത്, ഇങ്ങനെ ഒരു ബ്ലോക്കാക്കി ഈ പോലീസിൻ്റെ വാഹനം കിടക്കുന്നത് ശരിയല്ലല്ലോ സാറേ, ഇതൊന്ന് മാറ്റിയിട്ട് കൂടെ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. അപ്പോൾ ആ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് തോന്നുന്നു, ചോദിച്ചു കഴിഞ്ഞ് ഞങ്ങൾ വാഹനം എടുത്ത് പോയി. പക്ഷേ അതിനുശേഷം ഞങ്ങളെ ഈ വ്യക്തി ഈ വാഹനവുമായിട്ട് ഫോളോ ചെയ്യുകയും നിരന്തരമായിട്ട് ഓൺ അടിക്കുകയും പുറകിൽ വന്നിട്ട് ഒത്തിരി എന്താ പറയുക, പോലീസ് വാഹനം ലൈറ്റ് ഡിമ്മ് ചെയ്ത് കാണിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഞാനിത് മിററിലൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ പോലീസ് വാഹനമല്ലേ, എന്തെങ്കിലും എമർജൻസി ആയിരിക്കും എന്നോർത്ത് ഞാൻ എപ്പോഴും ഒതുക്കി കൊടുക്കാറുണ്ട്. ഞാൻ നല്ല തിരക്കിലാണ് പോകുന്നതെങ്കിലും ഞാനത് ഒതുക്കി കൊടുത്തു, പോലീസ് വാഹനം മുമ്പോട്ട് പോകട്ടെ എന്ന് കരുതിയിട്ട്. പക്ഷേ അങ്ങനെ ഒതുക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ മുമ്പോട്ട് കയറിയ പോലീസ് വാഹനം സഡൻ ബ്രേക്ക് ചെയ്ത് നിർത്തി. അപ്പോൾ ഞാനും ഭാര്യയും കുട്ടിയൊക്കെ എന്താ പറയുക വളരെ പേടിച്ചു പോയി. കാരണം പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പോഴത്തേനും ഞങ്ങൾ വളരെ പാടുപെട്ടാണ് ഞാൻ വണ്ടി നിയന്ത്രിച്ച് ആ വണ്ടിയെ ഇടിക്കാതിരിക്കാൻ നടത്തിയത്. പിന്നീട് അങ്ങോട്ട് 1 കിലോമീറ്ററോളം ഇദ്ദേഹം മുമ്പോട്ട് പോകും, ഞങ്ങളുടെ വണ്ടി പോകാതിരിക്കാനായിട്ട് തടസ്സം സൃഷ്ടിച്ച് ബ്രേക്ക് ചെയ്താണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം മനഃപൂർവ്വമാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ പക്ഷേ ഈ ഒരു വലിയ പബ്ലിക് ഫംഗ്ഷനിൽ ഞാൻ ഗസ്റ്റായിട്ട് പോകുന്നത് കൊണ്ട്, പ്രത്യേകിച്ച് ഗവർണറുടെ പ്രോഗ്രാം ആയതുകൊണ്ട് പ്രോട്ടോക്കോളുണ്ട്, നമ്മൾ ഇന്ന സമയത്തിന് ചെല്ലണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് എങ്ങനെയെങ്കിലും ഒന്ന് കയറി ഇത് ഒഴിവാക്കി ഈ വണ്ടിയുടെ ഫോട്ടോ ഞാൻ എടുത്തു. അപ്പോൾ ഒഴിവാക്കി പോകാൻ വേണ്ടിയിട്ട് ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ മുമ്പോട്ട് പോയി. ഈ വണ്ടിയെ കടന്നു പോയതിന് ശേഷം ഈ ഡ്രൈവറും പിന്നാലെ വരികയും ഞങ്ങളുടെ വണ്ടിക്കിട്ട് വന്ന് ഈ ഇൻ്റർസെപ്റ്റർ ഇന്നോവ വന്ന് എൻ്റെ പുറകിൽ വണ്ടിയിൽ വന്ന് ഇടിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കൊച്ചു തെറിച്ച് വീണു, വൈഫ് പേടിച്ചു പോയി. അപ്പോൾ ഇടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വണ്ടി അവിടെ നിർത്തിയിട്ട് ഞാൻ ഇറങ്ങിച്ചെന്ന് ഞാൻ ഇയാളോട് ചോദിച്ചു, നീ ആരാണെന്ന് ചോദിച്ചു, ഇതെന്താ ഈ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി വളരെ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിൽ, ഞാൻ ചോദിച്ചു, നിങ്ങളൊരു പോലീസ് ഓഫീസറാണോ, ഈ ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ബിഹേവ് ചെയ്തത്, ഞാൻ റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം മൊബൈലെടുത്ത് എന്നെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ ഞാൻ ആ മൊബൈൽ പിടിച്ച് വാങ്ങിച്ചു. ഞാൻ ഐഡൻറ്റിറ്റി ഒന്നും പുള്ളി പറഞ്ഞില്ല. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഗവർണറുടെ പ്രോഗ്രാമിലേക്ക് പോവുകയാണ്, ഞാനൊരു കായിക താരമാണ്, എൻ്റെ പേര് ജോബി മാത്യു എന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അദ്ദേഹം പറഞ്ഞു, ഇത് കുത്തി ചോദിച്ചപ്പോൾ ഇത് കളമശ്ശേരി ക്യാമ്പിലെ വണ്ടിയാണെന്ന് പറഞ്ഞു. വേറെ ഒന്നും അദ്ദേഹം പറഞ്ഞില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾ ചെയ്യുന്നത് വളരെ മോശമാണ്, ഒത്തിരി നല്ല പോലീസ് ഓഫീസേഴ്സിനെ എനിക്ക് പരിചയമുണ്ട്, നിങ്ങളുടെയൊക്കെ പ്രോഗ്രാമിൽ വന്ന് ഞാൻ സമ്മതിക്കുന്നതാണ്, പല കാര്യങ്ങളിലും സഹകരിക്കുന്നതാണ്, ഇത് മോശമാണ്, ഞാനിത് ഹയർ അതോറിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യും, നിങ്ങളുടെ ഫോൺ ഞാൻ തൽക്കാലം തരുന്നില്ല, ഇത് ഞാൻ കമ്മീഷണർ ഓഫീസിൽ, എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ ഈ പ്രോഗ്രാം കഴിയുമ്പോൾ ഞാൻ ചെല്ലുന്നുണ്ട്, അവിടെ ചെന്ന് ഞാൻ ഇത് കൊടുക്കും, നിങ്ങൾ അവിടെ വന്ന് വാങ്ങിച്ചാൽ മതി. അവിടെ പോയി പരാതിയായി കൊടുത്തിരുന്നു? ഉവ്വ മാഡം, ഞാനും വൈഫും എൻ്റെ മോനും കൂടി പോയി ഈ ഗവർണറുടെ പ്രോഗ്രാം കഴിഞ്ഞ് നേരെ എറണാകുളം സിറ്റി പോലീസ് ഓഫീസറുടെ ഓഫീസിൽ ചെന്ന്, കാരണം എനിക്ക് കൈക്ക് പെയിനൊക്കെ ഉണ്ടായിരുന്നു, കാരണം ഇയാൾ ഈ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ചെയ്തപ്പോൾ ഞാൻ ഈ കയ്യിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കൈക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു. എങ്കിലും ഞാനത് കൈ കുത്തി 12ാം നിലയിൽ ചെന്നിട്ട് സിറ്റി പോലീസ് ഓഫീസറുടെ കമ്മീഷണറുടെ ഓഫീസിൽ ചെന്നിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവരത് കേട്ടു. എന്നിട്ട് അസിസ്റ്റൻറ്റ് കമ്മീഷണറായിട്ടുള്ള ഒരു സാറ് എന്നെ അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ലേഡി മാഡത്തെ ഇത് നോട്ട് ചെയ്യാനായിട്ട് നിയോഗിച്ചു. ആ മാഡം വന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് എഴുതിയെടുത്തു. ഞങ്ങളെ ആശ്വസിപ്പിച്ചിട്ടാണ് അവരവിടെ നിന്ന് വിട്ടത്. അപ്പം
എനിക്കൊരിക്കലും ഒരു പോലീസ് സേനയെ അവമാനിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവരെ മോശമാക്കാനോ എനിക്ക് താല്പര്യമില്ലാത്ത ഒരാളാണ്. പിന്നീട് ഈ ജോബിക്കെതിരെ ഇങ്ങനെ ഒരു പരാതി വന്നതും അതൊക്കെ എങ്ങനെയാണ് അറിഞ്ഞത്? അത് രാത്രി മാധ്യമപ്രവർത്തകർ വിളിക്കുമ്പോഴാണ് അറിഞ്ഞത്. ആക്ച്വലി ഒരു FIR ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഞാൻ അയാളെ ആക്രമിച്ചു എന്ന് പറഞ്ഞു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. വകുപ്പ് പ്രകാരമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ സ്പോർട്സ് കരിയറും എൻ്റെ നല്ല റെപ്യൂട്ടേഷനും എല്ലാം കളയാൻ വേണ്ടിയിട്ട് ഇവർ മനഃപൂർവ്വം എനിക്ക് ഒരു വ്യാജമായിട്ട് ഉണ്ടാക്കിയതാണ്. എന്നിട്ട് ഈ വ്യക്തി ഞാൻ ആക്രമിച്ചു എന്ന് പറഞ്ഞ് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലോ ഇവിടെ ആലുവ ജനറൽ ഹോസ്പിറ്റലിലോ എവിടെയോ പോയി അഡ്മിറ്റ് ആയിട്ടുണ്ട്. FIR ക്രിയേറ്റ് ചെയ്തു എന്ന് അറിഞ്ഞു. അപ്പോൾ നമ്മളുടെ എറണാകുളം കമ്മീഷണർ ഓഫീസിൽ നിന്ന് ഞങ്ങളോട് പറഞ്ഞു, സമാധാനമായിട്ട് പോയിക്കോളൂ, ഞങ്ങളത് കൈകാര്യം ചെയ്തോളാം, ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ഞങ്ങൾ സോർട്ട് ഔട്ട് ചെയ്തോളാം, വിഷമിക്കേണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ വിട്ടു. അപ്പം എൻ്റെ വീടിൻ്റെ തൊട്ട അയൽപക്കത്തുള്ള ചേട്ടൻ ഇന്നലെ രാത്രി വെളുപ്പിനെ ഹാർട്ട് അറ്റാക്ക് മൂലം മരിച്ചുപോയി. ഞങ്ങൾ അതിൻ്റെയൊക്കെ വിഷമത്തിലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഭവം കൂടി ആയപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമമായി. എന്ത് ചെയ്യാനാണ് തീരുമാനം? അറിയത്തില്ല. ഇന്ന് രാവിലെ ഞാൻ ഉറക്കമുണർന്ന് എഴുന്നേറ്റപ്പോൾ ഇടത്തല പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ പോലീസ് ഓഫീസേഴ്സും ഇവിടെ വന്ന് നിരന്ന് നിൽക്കുകയാണ്. കാരണം ഫ്യൂണറലിൻ്റെ ചടങ്ങുകൾ എൻ്റെ വീടിൻ്റെ അടുത്ത് നടക്കുന്നു, നാട്ടുകാരെല്ലാം വരുന്നു. അപ്പോൾ പോലീസ് ഓഫീസേഴ്സ് വന്ന് എന്നെ അറസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് വാതിലെ മുട്ടുന്നു, വെള്ളം വെക്കുന്നു. എൻ്റെ എന്താ പറയുക, ഞാൻ ഉറക്കം എഴുന്നേറ്റ് വന്നൊന്ന് ഡ്രസ്സപ്പ് ചെയ്യുന്നതിന് മുമ്പേ എൻ്റെ വീഡിയോയും വിഷ്വൽസും ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നു. ഇതൊക്കെയാണ് ഉണ്ടായത്. അപ്പം ഞാൻ അതോറിറ്റീസ് ഇന്ന് രാവിലെ വന്നും വിഷ്വൽസ് എടുത്തു. അവർ വന്നെടുത്ത് എന്നോട് കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതാണ് ഉണ്ടായത്. ആരാ വന്നതാരാ? ഇവിടുത്തെ ഇടത്തല പോലീസ് സ്റ്റേഷനിലെ ഓഫീസേഴ്സാണ്. SHO ഉണ്ട്, മറ്റൊത്തിരി ഓഫീസേഴ്സ് ഉണ്ട്. ഒരു 10-12 പേരോളം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തിനാണ് എന്നെ പോലെയുള്ള ആളുകളെ ഇങ്ങനെ അവമാനിക്കുന്നത്? ഞാനൊരു കായിക താരമല്ലേ, രാജ്യത്തിന് വേണ്ടിയിട്ട് ഏറ്റവും അധികം ലോക മെഡലുകൾ നേടി തന്ന ഒരു വ്യക്തിയല്ലേ. ഞാൻ ഗവൺമെൻറ്റിൽ നിന്ന് ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ല. എൻ്റെ സ്വന്തം പോകലിലെ കാശുകൊണ്ടാണ് ഞാൻ രാജ്യത്തിന് വേണ്ടി ഇത്രയും വേൾഡ് മെഡലുകൾ കൊണ്ടുവന്ന് തന്നത്. ഒരു മിനിമം കേട്ടസി, ഒരു മിനിമം മര്യാദ. ഞാനൊരു ക്രിമിനലൊന്നും അല്ലല്ലോ. ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്തു, ശരിയാണ്. എൻ്റെ ഫാമിലിയുടെ സുരക്ഷിതത്വം എൻ്റെ ഉത്തരവാദിത്വമാണ്. അതിനെ ഹർട്ട് ചെയ്തപ്പോൾ ശരിയാണ്, ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോൺ പിടിച്ചെടുത്തു എന്നുള്ളത് ശരിയാണ്. അത് ഞാൻ ഉത്തരവാദിത്തപ്പെട്ടവരുടെ അടുത്ത് സുരക്ഷിതമായിട്ട് കൊണ്ട് കൊടുക്കുകയും ചെയ്തു. പക്ഷേ അതിന് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി എന്നെ അറസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറയുന്നത് അത് ഇവിടുത്തെ മര്യാദയാണ്. എന്ത് ന്യായമാണ് അതിനകത്തുള്ളത്? അതിലൊക്കെ എനിക്ക് പ്രതിഷേധമുണ്ട്. അശ്വതി, ഇതൊക്കെയാണ് ജോബിക്കുണ്ടായ ദുരനുഭവങ്ങൾ. 2018 കൂടുതൽ ഫോളോ അപ്സ് നമുക്ക് വേണം. ഈ ജോബിയുടെ പരാതിയിൽ ഇനി പോലീസ് തുടർ നടപടികൾ എങ്ങനെ സ്വീകരിക്കുമെന്നൊക്കെ നമുക്ക് കണ്ടറിയണം. കാരണം നമ്മുടെ ഭാരതത്തിന് വേണ്ടി ഒരുപാട് മെഡലുകൾ നേടിയ ഒരു അസാധ്യ കായിക താരത്തിനെതിരെയാണ് ഈ കേരള പോലീസ് ഇത്തരം ഒരു ക്രൂരത കാണിച്ചിരിക്കുന്നത്.